ഹേ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ 12 ദിവസത്തെ ട്രിപ്പിലെ 4ാമത്തെ ദിവസമാണ്. അവർക്കിന്ന് ചെക്കൗട്ടാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ തേക്കടിയിലേക്കാണ് പോണത്. അപ്പോൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാനായിട്ട് ഹോട്ടൽ റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ്. പോകുന്ന വഴി വിൻറ്റേജ് കാറുകളും ഒരു ഗൂർഖ പുതിയ മോഡൽ വണ്ടി, അത് ഹോട്ടലിൻ്റെ വണ്ടിയാണ്. അവരത് ഹോട്ടലിൻ്റെ വാതിക്കൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരെ റിസപ്ഷൻ്റെ വാതിക്കൽ ചെന്നു. അപ്പോഴത്തേക്ക് ഗസ്റ്റിൻ്റെ ലഗേജ് എല്ലാം വന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ബെൽബോയ് അതെല്ലാം എടുത്ത് നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലഗേജ് എല്ലാം നമ്മൾ ഒരു വിധത്തിൽ കെട്ടി നല്ല സേഫായിട്ട് വെച്ചിട്ടുണ്ട്. നേരെ ഗസ്റ്റിനെ പിക്ക് ചെയ്തിട്ട് നേരെ തേക്കടിയിലേക്ക് പോരുകയാണ്. അതിനിടയ്ക്ക് ഹോട്ടലിൻ്റെ ഒരു ദൂരക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഞങ്ങൾ നേരെ പെരിയാർ പോകുന്ന വഴിക്ക് സ്പൈസ് ഗാർഡൻ കാണാൻ കയറി. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ജയരാജണ്ണൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഹോട്ടലിലേക്ക് വന്നു. തേക്കടിയിൽ പോയട്രിയാണ് ഹോട്ടൽ. അങ്ങനെ ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഹോട്ടലിൽ ഇറക്കി വിട്ടതിന് ശേഷം ചുറ്റുമൊന്ന് നോക്കാനായിട്ട് പോയി, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് എല്ലാവരെയും നോക്കി കണ്ടു. അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു പയ്യൻ വണ്ടിയുമായിട്ട് വന്നിരുന്നു. അരുൺ എന്നാണ് പേര്. പുള്ളി സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ഞാൻ കാണിച്ചു തരാം, പുള്ളി വീഡിയോയിൽ വരുന്നുണ്ട്. അങ്ങനെ നേരെ ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു. ചോറും പയറുതോരനും അച്ചാറും ചിക്കൻ കറിയും. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, കുത്തരിച്ചോറും എല്ലാം കൂടെ കൂട്ടി മോരൊക്കെ കൂട്ടി കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അരുൺ വന്നു. ഗസ്റ്റിനെയും കൊണ്ട് പുറത്ത് പോയിട്ട് അവൻ തിരിച്ചു വന്നു. അങ്ങനെ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. രസകരമായ കുറച്ച് കാര്യങ്ങൾ, പഴയകാല ഓർമ്മകളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ ശേഷം പുള്ളിക്കാരൻ വണ്ടിയിൽ പോയി എന്തോ ഗസ്റ്റുമായിട്ട് കഥകളി കാണാനൊക്കെ ആയിട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഗസ്റ്റുമായിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ 4ാമത്തെ ദിവസം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്.